ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ നാട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക. ഇപ്രാവശ്യത്തെ വിഷു വരുന്നത് മൺഡേ ആണ്, വർക്കിംഗ് ഡേ ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ ഞാൻ അതിനായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെറുതായിട്ട് ആഘോഷിക്കാമെന്ന്. ഇവിടെ കുറേ ബുദ്ധി സെൻറ്റർ ഉണ്ട്. അപ്പോൾ എനിക്കൊരു സ്വയം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സാരിയൊക്കെ എടുത്തിട്ട് നടന്ന് ആ സെൻറ്ററിൽ പോയി. അപ്പോൾ എന്നെ കാണുന്നവർക്കൊക്കെ ഒരു അത്ഭുതമായിരുന്നു. ഒന്നാമത് സാരിയൊക്കെ ഇവിടെ റെയർ ആയിട്ടല്ലേ ആൾക്കാർ ഉടുക്കത്തുള്ളൂ. പക്ഷേ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പീസ് ആൻഡ് കാം ആയിരുന്നു അവിടെ പോയപ്പോൾ എനിക്കുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് പായസം ഉണ്ടാക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് മധുരം ഇഷ്ടമില്ല. എനിക്ക് പായസം ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നെസ്ലിയൊക്കെ ഓൾറെഡി ഒരിക്കൽ ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പായസം ഉണ്ടാക്കിയിട്ട് എൻ്റെ ഇവിടുത്തെ മലയാളി ഫ്രണ്ട്സിന് കൊണ്ടു കൊടുക്കാമെന്ന്. അപ്പോൾ ഇവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് അവർ വിഷുവിന് ഈ സദ്യയൊക്കെ ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ശരി, ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോയി. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും അവർ ഓൾമോസ്റ്റ് എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാനും ചെയ്തു. എൻ്റെ പായസം കുടിച്ചിട്ട് ഞാൻ എടുത്തത് റിയാക്ഷൻ വീഡിയോ ആണ് ഇവൻ്റത്. ഞാൻ കുറച്ച് ഓവറാക്കിയോ എന്നൊരു സംശയമുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചതിനേക്കാളും എത്രയോ നന്നായിട്ട് പായസം വന്നു. ഞങ്ങളങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാം ചടവടേന്ന് ഇവരുണ്ടാക്കി. എങ്ങനെയാണോ ഇത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത്? പക്ഷെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്രാവശ്യത്തെ വിഷുവിന് ഇങ്ങനെ ഫുഡൊക്കെ അടിച്ച് ആഘോഷിക്കാൻ പറ്റുമെന്ന് ഞാൻ തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് അടിപൊളിയായിട്ട് ഫുഡൊക്കെ അടിച്ച് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഉള്ളത് കൊണ്ട് വിഷു സെലിബ്രേറ്റ് ചെയ്തു. ട്രഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലൈമറ്റ് നോക്കിയപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ മഴയാണ്. ഇന്നും ഭയങ്കര മഴ പ്രഡിക്ഷൻ കണ്ടു. അപ്പോൾ പിന്നെ ആ മൂഡ് അങ്ങോട്ട് പോയി കിട്ടി. സദ്യ കാണാൻ അടിപൊളിയായിട്ടില്ലേ ഗൈസ്? എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഇതിങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചപ്പോൾ. അത് കാണാൻ തന്നെ ഒരു അടിപൊളി ഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിയുമ്പോഴേക്കും ഒരു സമയമായി. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. മിലാനിൽ ഈ ഒരു ടെമ്പിൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ ശിവരാത്രിക്ക് വന്ന സെയിം ടെമ്പിളാണ്. സൺഡേ ആണ് ഇവരിവിടെ ഹനുമാൻ ജയന്തി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഭജൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെയൊക്കെ വരുമ്പോഴാണ്, എസ്പെഷ്യലി ഫെസ്റ്റിവലിൻ്റെ ഒക്കെ സമയത്ത്, ഒരു സമാധാനം കിട്ടും. ഹോസ്റ്റലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പല പ്രാവശ്യം എനിക്ക് നാട്ടിലൊന്നും ഉണ്ടാവാൻ പറ്റാറില്ല ഈ വിഷു സമയത്ത്. അപ്പോഴൊക്കെ അമ്മ എന്താ ചെയ്യാന്ന് വെച്ചാൽ വീഡിയോ കോൾ ചെയ്യും, കണി കാണും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു കണി കണ്ടിട്ട് ഞാൻ കിടന്നുറങ്ങാന്ന്. കാരണം 3.5 മണിക്കൂർ ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ, 4:30 എന്തോ ആണല്ലോ കണി. അപ്പോൾ ഞാൻ അങ്ങനെ കണി കണ്ടിട്ട് കിടന്നുറങ്ങി. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വിഷു വിശേഷങ്ങൾ.